കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ചവറ ടൈറ്റാനിയം ഫാക്ടറി കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നാണ് കൊല്ലത്തെ ചവറ ടൈറ്റാനിയം ഫാക്ടറി. ഇവിടെ പെയിൻറ് നിർമ്മാണത്തിനാവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുവായ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. 1984 ചവറ ടൈറ്റാനിയം ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ഇന്നേ വരെ ഔപചാരിക ഉദ്ഘാടനം നടന്നിട്ടില്ലെന്ന സവിശേഷതയുണ്ട്. ആദ്യത്തെ 8 വർഷം വൻ നഷ്ടത്തിലായ ചവറ ടൈറ്റാനിയം കമ്പനി വിൽക്കുന്നതിനെക്കുറിച്ച് വരെ അധികൃതർ ആലോചിച്ചു. നഷ്ടം 108 കോടി വരെ എത്തി. വിൽപ്പനയെക്കുറിച്ച് ആലോചിക്കാൻ രത്തൻ ടാറ്റ കേരളത്തിലെത്തുകയും ചെയ്തു. എന്നാൽ അന്ന് കേരളം ഭരിച്ച സർക്കാരിൻ്റെ വ്യവസായ നയം അതിന് തടസ്സമായതിനാൽ വിൽപ്പന നടന്നില്ല. പീഡിത വ്യവസായത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് വാശിയിലായിരുന്നു അന്ന് സർക്കാർ. എന്നാൽ തുടർന്ന് അധികാരത്തിൽ വന്ന സർക്കാർ വീണ്ടും ടൈറ്റാനിയം വിൽപ്പനയുമായി രംഗത്തെത്തി. വിൽക്കാൻ തീരുമാനിച്ച 10 പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായി മാറി ടൈറ്റാനിയം ചവറ ഫാക്ടറി. സംസ്ഥാനത്തിന് പുറത്ത് ഏതാനും വ്യവസായികൾ ഫാക്ടറി വന്ന് കണ്ടു. എന്നാൽ സ്ഥാപനത്തിലെ സംഘടിത തൊഴിലാളികളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ വിൽപ്പന തന്ത്രം പൊളിഞ്ഞു. ഫാക്ടറിയുടെ കുത്തക ഉൽപ്പന്നം റൂട്ടൈൻ ഗ്രേഡിലുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് ആയിട്ടും 30 കോടിയുടെ വരെ പിഗ്മെൻ്റ് കെട്ടിക്കിടന്നത് സാമ്പത്തികമായി ചവറ ടൈറ്റാനിയം കമ്പനിയെ തളർത്തി. BIFR 1993 ഫെബ്രുവരി 8 ചവറ ടൈറ്റാനിയം ഫാക്ടറി പീഡിത വ്യവസായമായി പ്രഖ്യാപിച്ചു. ഗ്യാരണ്ടി കമ്മീഷൻ സർക്കാർ വേണ്ടെന്ന് വയ്ക്കുക, AD 2000 വരെ വിൽപ്പന നികുതിക്ക് ഇളവ് പ്രഖ്യാപിക്കുക, ബാങ്കുകളും ധനസ്ഥാപനങ്ങളും 17 കോടി രൂപയുടെ പലിശ ഇളവ് പ്രഖ്യാപിക്കുക, 10% കവിയാത്ത ശമ്പള വർധന പറ്റിക്കൊണ്ട് ദീർഘകാല വ്യവസായ കരാറിൽ തൊഴിലാളികൾ തയ്യാറാകുക, പരമാവധി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഇതായിരുന്നു BIFR ചവറ ടൈറ്റാനിയം കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച പാക്കേജ്. തുടർന്ന് ജീവനക്കാരും മാനേജ്മെൻറ്റും ഏകമനസ്സായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ചവറ ടൈറ്റാനിയം കമ്പനി വൻ ലാഭത്തിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 1993, 1994 ഉൽപ്പാദനത്തിലും വിറ്റുവരവിലും ചവറ ടൈറ്റാനിയം കമ്പനി സർവകാല റെക്കോർഡ് നേടി. 20 കോടി രൂപയായിരുന്നു അക്കാലത്ത് ലാഭം. അതിൻ്റെ പാരിതോഷികമായി എല്ലാ തൊഴിലാളികൾക്കും HMTയുടെ ഓരോ വാച്ച് കിട്ടി. 1994-95 37 കോടി രൂപയായി ടൈറ്റാനിയം കമ്പനിയുടെ ലാഭം വർദ്ധിച്ചു. അങ്ങനെ ടൈറ്റാനിയം കമ്പനി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാകെ തന്നെ മാതൃകയായി തകർച്ചയുടെ നെല്ലിപ്പലകയിൽ നിന്ന് ലാഭത്തിൻ്റെ കണക്കുമായി കമ്പനി ജൈത്രയാത്ര തുടർന്നു. ഇപ്പോഴും ലാഭത്തിലാണ് ചവറ ടൈറ്റാനിയം കമ്പനി. ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു, കൊല്ലത്തിൻ്റെ അഭിമാനമായി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.